159 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംസ്കരിക്കേണ്ട ബോഡികളുടെ എണ്ണം അവസാനിക്കും, അതോ ഈ കൂടുതൽ രണ്ട് കൈയിൽ നിന്ന് നിവർത്തുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. മോർച്ചറിയിലുണ്ടാകും, ആശുപത്രിയിൽ പെൻഡിങ് ഉണ്ടാവും, ഏറ്റെടുക്കാത്ത ബോഡികൾ പെൻഡിങ് ഉണ്ടാവും. തിരിച്ചറിഞ്ഞതിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത ധാരാളമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മാരിയമ്മൻ ക്ഷേത്രത്തിന് അവിടെ ഒരുമിച്ച് 60 മൃതശരീരങ്ങൾ മറവുകയാണ് ഉണ്ടായത്. അതുണ്ടാകും. ഞങ്ങളിപ്പോൾ പറഞ്ഞത് അൺക്ലൈംഡ് ബോഡീസാണ്, ആരും ഏറ്റെടുക്കാനും ഐഡന്റിഫൈ ചെയ്യാനും കഴിയാത്ത വിധത്തിലുള്ള ബോഡികളാണ്. അല്ല, ഇന്നലെ നമുക്ക് 180 താഴ്ന്നു, 216 നിന്ന് 180 താഴ്ന്നു. ഇന്ന് വൈകുന്നേരം നോക്കാം. ഇന്ന് വൈകുന്നേരം പത്രക്കാരെ കാണുമ്പോൾ ആ കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിച്ച കാര്യം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവരുടെ വിവരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? അതിന് ഒരു സംവിധാനമുണ്ടോ? അതെ, അത് രണ്ട് തരത്തിലാണ് വിജേഷ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഒന്ന്, മസ്റ്ററിംഗ് റോൾ വെച്ച് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കുക. അതിൽ പക്ഷേ അതല്ലാതെ വന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊളോക്കിയലായി നന്നായി ഭാഷ സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ കൂടി വെച്ചുകൊണ്ട് അവരുടെ ഇപ്പോൾ പലരും വളരെ വലിയ നടുക്കത്തിലാണ്. ആരൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അപ്പോൾ അവരോട് പതുക്കെ ചോദിച്ച് അവരുടെ അറിവ് കൂടി വെച്ചുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ട്. അവരുടെ കൃത്യം കണക്കുണ്ട്. ഒരു പ്രയാസവും ഞാൻ ഈ ചാനലുകളിലൂടെ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്റർ ഉള്ള സാഹചര്യത്തിൽ പറയുന്നത്, ഒരു പേടിയും അക്കാര്യത്തിൽ പേടിക്കേണ്ട. ഓരോ വകുപ്പിൻ്റെയും രേഖകൾ അന്വേഷിച്ച് ഇനി ദീർഘകാലം ഓഫീസുകളിൽ കയറി ഇറങ്ങും എന്ന് പേടിക്കേണ്ട. ഈ ആവശ്യമൊന്ന് തണുത്തോട്ടെ. ഈ പ്രശ്നമൊന്ന് നമ്മുടെ കണ്ടെത്തൽ ഒന്ന് തണുത്താൽ നമുക്ക് ഒരു പൊതു അദാലത്ത് മേപ്പാടിയിൽ വെച്ച് തന്നെ നടത്തി എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണോ രേഖയാണോ നഷ്ടപ്പെട്ടത് അവർക്കത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമൊരുക്കാം. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പുത്തുമലയിൽ നേരത്തെ നമ്മൾ ആ നടപടി ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി 24/7 എന്ന വിധത്തിൽ 10 പോലീസ് പിക്കറ്റുകൾ, മൂവബിൾ പിക്കറ്റുകൾ ഇന്നലെ മുതൽ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക സെർച്ച് നടത്തുന്നുണ്ട്. ആ വിധത്തിൽ ആ കാര്യങ്ങൾ ശരിയാക്കും. ഒരു കാര്യം കൂടിയുള്ളത്, ഈ മൊബൈൽ ഫോണുകളിലൂടെ ബന്ധം നഷ്ടപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷം പേരുകളും. അവരുടെ കയ്യിൽ ഫോണില്ല. ഫോണുണ്ടെങ്കിൽ ഒരു ഫോൺ കൊടുക്കാം എന്ന് കരുതിയാൽ പഴയ നമ്പറില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ച മുതൽ അതിനുവേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഫോൺ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോൺ നമ്പർ ഓർമ്മ വെച്ചെടുക്കുകയാണെങ്കിൽ, സുർജിത്തിൻ്റെ നമ്പർ ഓർത്തെടുക്കുകയാണെങ്കിൽ തമ്പ് വെച്ച്, വേറെ ആധാറും ID കാർഡും ഇല്ലാതെ തമ്പ് വെച്ച് അയാൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തി സിമ്മ് കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് ഒരു സംവിധാനം കൂടി ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങളുടെ മന്ത്രിതല ഉപസമിതി അവരവസാനമായി ഒന്ന് അത് കണ്ടതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്യാമ്പുകളിൽ നേരിട്ട് പോയി ഫോൺ നഷ്ടപ്പെട്ടവരുടെ വിളിച്ചു വരുത്തി അവരുടെ തമ്പെടുത്ത് അവർക്ക് പുതിയ ഫോണും പുതിയ കാർഡും കൊടുത്ത് പഴയ തരത്തിലേക്കുള്ള വിളികൾ, ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരെങ്കിലും അവരെയൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ നമ്പർ അതുപോലെ റീകളക്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു പുതിയ ഫോൺ കൊടുത്തിട്ടോ പുതിയ നമ്പർ കൊടുത്തിട്ടോ കാര്യം ഉണ്ടാകില്ല. പഴയ നമ്പറിലേക്ക് തിരിച്ചു പോകാനും അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഉറപ്പ് വരുത്താനും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിൽ ചേർത്ത് പിടിക്കലാണ്. ഞാൻ പറഞ്ഞു വിജേഷ്, നേരത്തെ പറഞ്ഞു, തെരച്ചിലിൽ ഒരു അന്തിമ രൂപം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അവസാനത്തെ ആളെയും കണ്ടെത്തും വരെ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യമിക്കുന്നത്. ബാക്കി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്.